കർത്താവ് എക്കാലവും ശാസിക്കുന്നതല്ല, തന്റെ കോപം എന്നും നിലനിർത്തുന്നതുമല്ല. ശനിയാഴ്ച ജനുവരി 10, 2026. ഈ പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം അപ്പോസ്തലരുടെ പ്രവൃത്തികൾ 4-ാം അധ്യായം 29-ാം വാക്യമാണ്. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കി നിന്റെ ദാസന്മാർ സമ്പൂർണ്ണ ധൈര്യത്തോടെ നിന്റെ വചനം പ്രസംഗിക്കുന്നതിനായി അവരെ അനുഗ്രഹിക്കണമേ. പ്രിയ സഹോദര സഹോദരിമാരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനോട് ചോദിക്കേണ്ടത് ഒരു കാര്യമത്രേ: അവന്റെ വചനം ഉത്സാഹപൂർവ്വം, ആത്മാർത്ഥതയോടെ, ധൈര്യത്തോടെ പ്രസംഗിക്കാനുള്ള ശക്തിയും കൃപയും. അതിനാൽ ഈ വചനത്തിൽ നാം ധ്യാനിക്കാം. ഇന്നത്തെ ധ്യാനത്തിന്റെ വിഷയം: വചനം പ്രസംഗിക്കുന്ന ധൈര്യം. അന്ന് അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും ദേവാലയത്തിന്റെ വാതിൽക്കൽ ജനനാളുമുതൽ അശക്തനായി കിടന്നിരുന്ന മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സുഖപ്പെടുത്തി. അതിനുശേഷം അവർ ക്രിസ്തുവിന്റെ സുവിശേഷം, അവന്റെ ജനനം, ത്യാഗം, മരണം, പുനരുത്ഥാനം ഇവ സംബന്ധിച്ചു ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഇതു കേട്ട സഭാധ്യക്ഷന്മാരും പുരോഹിതന്മാരും അവരെ പിടിച്ചുകൊണ്ടുവന്നു ചോദ്യം ചെയ്തു. പ്രസംഗത്തിലൂടെയും സുഖപ്പെടുത്തൽ മുഖേനയും ജനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതു കണ്ടവർ പത്രോസിനെയും യോഹന്നാനെയും എന്തു അധികാരത്തിലായിട്ടാണ് ഈ പ്രവൃത്തികൾ നടത്തുന്നതെന്ന് അന്വേഷിച്ചു. അവരെ ശിക്ഷിക്കുവാൻ അവർ അഭിലഷിച്ചെങ്കിലും ജനങ്ങൾ അവരോടൊപ്പം ആയിരുന്നതുകൊണ്ട് അവർക്ക് അതു സാധിച്ചില്ല. അതുകൊണ്ട് അവരെ വിളിച്ചു മുന്നറിയിപ്പ് നൽകി, ഇനി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുത് എന്നു പറഞ്ഞു. എന്നാൽ പത്രോസ് ധീരതയോടെ മറുപടി നൽകി, ദൈവത്തെ അനുസരിക്കേണ്ടതോ മനുഷ്യരെ അനുസരിക്കേണ്ടതോ എന്നു ചോദിച്ചു. പിന്നീട് വിശ്വാസികൾ എല്ലാവരും ഒരുമിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾക്കു നിന്റെ വചനം ധൈര്യത്തോടെ പ്രസംഗിക്കുവാനുള്ള ആത്മസാഹസ്യം നൽകണമേ എന്നു അപേക്ഷിച്ചു. പ്രിയവരെ, ഇന്നും നമുക്ക് സുവിശേഷ പ്രഘോഷണത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പരീക്ഷണങ്ങളും നേരിടേണ്ടിവരുന്നു. എങ്കിലും നമുക്ക് നൽകിയിരിക്കുന്ന ദൈവണ്യ ഉത്തരവാദിത്വം എന്തു സാഹചര്യമായാലും വചനം പ്രസംഗിക്കുകയെന്നതാണ്. ഹൃദയം മാറ്റുന്നവൻ കർത്താവാകയാൽ നമ്മുടെ ദൗത്യം അവന്റെ സത്യവചനം ലോകത്ത് പ്രഘോഷിക്കലാണ്. യേശുക്രിസ്തു വന്നത്, ഉപദേശിച്ചത്, കഷ്ടപ്പെട്ടു മരിക്കുകയും അടക്കം ചെയ്യപ്പെടുകയും 3-ാം നാൾ ഉയിർത്തെഴുന്നള്ളുകയും ചെയ്തതായ സത്യഘടന. അതാണ് നമുക്ക് ലോകവുമായി പങ്കിടേണ്ട സുവിശേഷം. അവൻ ജീവനുള്ള ദൈവമാണ്. നമുക്കാവുന്ന വഴിയിലൂടെ ഈ സുവിശേഷം ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാനും അതിനായി ദൈവത്തോട് കരുണയും ബലവും അപേക്ഷിക്കുവാനും നാം സന്നദ്ധരാകുക. പ്രാർത്ഥന. കാരുണ്യപൂർണനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ മഹത്വത്തിന് ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു. നിനക്കുവേണ്ടി ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കാനുള്ള ആത്മസംയമനവും ശക്തിയും ഞങ്ങൾക്കു നൽകണമേ. ലോകത്താൽ ഭയപ്പെടാതെ സത്യവചനം പ്രഘോഷിക്കുവാനായി ഞങ്ങളെ ഉറപ്പിക്കണമേ. ഇതെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ വിശുദ്ധ നാമത്തിൽ. ആമേൻ.